അപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. അപ്പൊ വെരി ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ബയോടെക്നോളജിയുടെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിലത്തെ പോരായ്മകളൊക്കെ നമ്മൾ ഇന്ന് പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളപ്പോ ആദ്യം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതായത് ബയോളജിയിൽ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബയോളജി പ്യൂർലി കുറച്ചുകൂടി സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള നാച്ചുറൽ പ്രോസസ്സുകളെ മാത്രം പറയുന്ന ഒരു സയൻസ് ആയിട്ടാണ് പൊതുവെ കണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ് അതിന്റെ ബയോളജിയുടെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബയോളജി എന്തായത്, ബയോളജിയിൽ ഒരുപാട് ടെക്നിക്സുകൾ ആഡ് ആയി വന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ പാഠത്തിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം പറയേണ്ടത് ഞാൻ പറഞ്ഞു, സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടിയിട്ടാണ് ആദ്യത്തെ റീകോംബിനന്റ് DNA കണ്ടുപിടിച്ചത് എന്നാണ് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇതിൽ വരുന്ന റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന എൻസൈമുകൾ എന്തൊക്കെയാണ്, ഈ റെസ്ട്രിക്ഷൻ എൻസൈം, പോളിമറൈസ് എൻസൈം, ലിഗേസ്, ബാക്ടീരിയസ്, ഇത്തരം കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ആൻഡ് ഇതിലടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്റ് ടു, അടുത്ത മെയിൻ ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി കണ്ടുപിടിച്ചത് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത് ഹിന്റ് 2 ആണ്. അത് ഹീമോഫീലിയ ഇൻഫ്ലുവൻസ. ഓക്കെ, അതിൽ എന്താ പറയാ, അവിടെ നിന്നാണ് ആ ഒരു ഇൻഫ്ലുവൻസ ബാക്ടീരിയയിൽ നിന്നാണ് ഈ പറഞ്ഞ ആദ്യമായിട്ട് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റ് ചെയ്തെടുത്തത്. അതിന് പേരിട്ടത് ഹിന്റ് 2 എന്നാണ്. ഓക്കെ, ഈ ഹിന്റ് 2ന് ഏകദേശം 6 ബേസ് പേഴ്സ് ആണ്. നമ്മൾക്ക് ഹിന്റ് 2ന് നമ്മൾക്ക് എല്ലാ ഈ റീകോംബിനന്റ് DNAക്കും എല്ലാത്തിനും ഒരു റെക്കഗ്നിഷൻ സീക്വൻസ്, അതായത് ഇപ്പം എന്താണ് ഒരുപാട് നൈട്രജൻ ബേസുകൾ അടങ്ങിയ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതിനെ പറയുന്നതാണ് റെക്കഗ്നിഷൻ സീക്വൻസ് എന്നാണ് പറയാ. ഇനി ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഈ ഒരു എന്താ പറയാ, ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിനൊക്കെ പേരിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് എടുത്ത ഏത് ബാക്ടീരിയയിൽ നിന്നാണോ ആ ഒരു ന്യൂക്ലിയസ്, ആ ഒരു എൻസൈം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്, ഐസൊലേറ്റ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ E ആണ് കൊടുക്കുക. CO ആണ്. സ്പീഷ്യസിന്റെ ഫസ്റ്റ് 2 ലെറ്ററുകളാണ് കോ എന്ന് പറഞ്ഞു കൊടുക്കുക. R സ്റ്റാൻഡ് ഫോർ RY30 സ്ട്രെയിൻ ആണ്. അതായത് ഒരു നമ്പറിനാണ് കൊടുക്കുക കേട്ടോ. ഇനി എക്സോന്യൂക്ലിയസ് എൻഡോന്യൂക്ലിയസ് 2 ടൈപ്പ് ഉണ്ട്. ഈ നമ്മൾക്കറിയാം ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് മോളിക്കുലാർ സിസർ എന്നും അറിയപ്പെടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മുറിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിട്ട് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ എന്തിനു ഉപയോഗിക്കാം, നമുക്ക് വേണ്ട ജനറ്റിക് മെറ്റീരിയലുകളെ എവിടെയാണോ വേണ്ടത് അവിടെ മുറിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോളിക്കുലാർ സിസർ എന്നറിയപ്പെടും. ആൻഡ് ഇത് എപ്പോഴും ഇത് ഒരു ഓർഡറിലാണ്, അതായത് ആദ്യത്തെ ഒരു ഓർഡറിൽ 5' to 3' ഡയറക്ഷനിലാണ് വായിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേത് 3' to 5' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന ഈ ന്യൂക്ലിയസിന് ഒരു ബേസ് സീക്വൻസിന്റെ ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഇക്കോ കാർബൺ എന്ന് പറഞ്ഞതിന്റെ ഇക്കോ കാർബണിന്റെ തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് GAATTC എന്നാണ്. ഓക്കെ, GAATTC അതിന് എങ്ങനെയായിരിക്കും, നമുക്കറിയാം G എന്താണ്, A എന്താണ്, T എന്താണ്, C എന്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയാലോ. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്വാനിൻ, A അഡിനിൻ, T തൈമിൻ, C സൈറ്റോസിൻ. ഓക്കെ, ഇവരെന്താന്ന് അറിയാലോ, നൈട്രജൻ ബേസുകളാണ്. അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള നൈട്രജൻ ബേസുകളായിട്ടാണ് നമുക്ക് പെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത്, നമ്മളിപ്പോ എന്തൊരു DNA നമുക്ക് വേണ്ട ഏത് DNA നമുക്ക് മുറിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എടുത്തു. ഈ മുറിച്ച സാധനം ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് DNA ലിഗേസ് എന്നാണ് പറയാ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്, ഈ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ കാര്യമാണ്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ് ബൈ വിച്ച് ദ DNA ഫ്രാഗ്മെന്റ്, അതായത് നമ്മളിപ്പോ ഒരു DNA, നമുക്കിപ്പോ എന്താണ്, ഞാൻ ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടത്
നമ്മൾക്ക് വേണ്ട ഒരു ക്യാരക്ടർ അഥവാ ഒരു ക്വാളിറ്റി ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പശുവിന്റെ നന്നായി പാല് തരുന്ന പശു അല്ലാന്നുണ്ടെങ്കിൽ നന്നായി എന്താ പറയാ ആ ഇപ്പൊ ഇപ്പൊ ഒരു ലൈക്ക് അരിയുടെ കാര്യം തന്നെ എടുക്കാം. അരി നല്ലപോലെ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അരിയാണെന്ന് വിചാരിക്കുക. അതായത് അധികം കീടങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാൻ ചെയ്യപ്പെടാത്ത, അതിന് ആ കീടങ്ങൾക്കെതിരെ പൊരുതാനായിട്ട് കരുത്തുള്ള ഒരു റൈസിനാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ ആ റൈസിന്റെ ആ ഒരു ജീൻ, ഈ പറഞ്ഞ ഡിസീസ് റെസിസ്റ്റൻസി എന്ന് പറയുന്ന ക്യാരക്ടർ ഉള്ള ഒരു ജീൻ നമ്മൾ എടുത്തു. ഓക്കെ, നമ്മൾ അതിന് എങ്ങനെയാണ്, ഇതൊരു ജനറ്റിക് മെറ്റീരിയലാണ് ഉണ്ടാവുക. ജനറ്റിക് മെറ്റീരിയൽ എന്താ പറയുക, ഒരു DNA ആണ്. ആ DNA നിന്ന് നമ്മൾ അത് മുറിച്ചെടുത്തു. ഓക്കെ, മുറിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഇപ്പൊ ഒരുപാട് നമുക്കിപ്പോ ഈ പറഞ്ഞ നമുക്ക് റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് പോയിട്ട് നമ്മളിപ്പോ കത്രിക മുറിക്കണ പോലെ ഇട്ട് നമ്മളൊരു തുണി വെട്ടണ മാതിരി വേറെ മുറിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ ഒരു സെല്ലിന്റെ അകത്ത് നടക്കുന്ന കാര്യമാണ്. DNA നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം ബേസ് സീക്വൻസ് വരുന്നിടത്ത് ഈ പറഞ്ഞ പോലെ അത് മുറിക്കും. പക്ഷെ ഇത് ഒരുപാട് ഉണ്ടാവും. നമ്മൾക്ക് വേണ്ടത് എന്താണോ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 1 മാർക്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. അതൊരു ടെക്നിക്കാണ്. നമ്മൾക്ക് വേണ്ട DNA റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം വെച്ച് കട്ട് ചെയ്തേക്കുന്ന എൻസൈമുകളെ, അതിനെ സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റുകളെ മുറിച്ചതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗരോസ് ജെല്ലാണ്. ഓക്കെ, എന്താണ് അഗരോസ് ജെല്ലാണ് ഇതിന് ഉപയോഗിക്കുക. ഈ DNA ഫ്രാഗ്മെന്റ് നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊരു സീവിങ് എഫക്റ്റ് ആണ് ഇതിൽ അണ്ടർഗോ ചെയ്യണം. ഈ സീവിങ് എഫക്റ്റ് വഴിയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോ ഈ സീവിങ് എഫക്റ്റ് വഴി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ DNA നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഒരു പ്രത്യേക നിറം കൊടുക്കും. അതാണ് എഥീഡിയം ബ്രോമൈഡ്. പഠിച്ച കൂടെ പറയട്ടെ, എഥീഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെയിൻ ആണ് നമ്മൾ ഇത് DNA നമുക്ക് കളർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് നിറത്തിൽ കാണും, ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറിലാണ് ഇത് കാണും. എന്ത് കളറിലാണ്? ബ്രൈറ്റ് ഓറഞ്ച് കളറിലാണ് ഇത് കാണുക. ഏത് കാണുക? ഈ DNA കാണും. അപ്പൊ അത്ര മനസ്സിലായല്ലോ. അപ്പോ അതിൽ നമുക്ക് വേണ്ട സൈസിൽ, ഇപ്പൊ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും ചെറിയ സൈസ് ഈ പറഞ്ഞ ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ബേസിസ്, അതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് അനുസരിച്ചാണ് ഇത് നീങ്ങുന്നത്. ഓക്കെ, മോളിക്കുലാർ വെയിറ്റ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സൈസിനനുസരിച്ചാണ് ഇത് നീങ്ങുന്നത്. ഏറ്റവും ചെറുത് മുന്നിലെത്തും, ഏറ്റവും വലുത് ബാക്കിലെത്തും. ഓക്കെ, നമുക്കറിയാലോ ഏറ്റവും വണ്ണം കുറഞ്ഞ ആൾക്കാർക്കാണ് ഏറ്റവും വേഗം ഓടിയെത്താൻ പറ്റുക. അതേ പ്രൊസീജിയർ, അതേ സയൻസ് തന്നെയാണ് ഇവിടെ. ഓക്കെ, അതേ സയൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ DNA ഏറ്റവും ചെറുത് മുന്നിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ DNA എന്ത് ചെയ്യാം, നമ്മൾക്ക് വേണ്ട DNA ഈ അഗരോസ് ജെല്ലിൽ നിന്ന് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. നമ്മൾക്ക് ഇതാണ് അതിന്റെ ആ ഒരു ഫിഗർ ഇട്ടാ കണ്ട, ഏറ്റവും ചെറിയ ബാൻഡ് ഉള്ളത് ഏറ്റവും മുന്നിൽ നിൽക്കും. ഓക്കെ, ഏറ്റവും ബാക്കിലുള്ളത് ഏറ്റവും വണ്ണം കൂടിയത് ബാക്കിൽ കിടക്കും. കണ്ടോ, ഇതാണ് ഓരോ വെല്ലുകൾ. ഓക്കെ, ഇതാണ് അതിന്റെ മെഷീൻ. ഈ മെഷീനിൽ ഇത് ഇലക്ട്രിസിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഒരു ഇലക്ട്രിസിറ്റിയിൽ ആനോഡ് കാഥോഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ കുറെ കുഴികൾ ഉണ്ടാവും. ആ കുഴിയിലാണ് നമ്മൾ മുറിച്ചിട്ട് റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് ഉപയോഗിച്ച്, നമുക്കറിയാലോ റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. നമുക്ക് വേണ്ട ജനറ്റിക് മെറ്റീരിയൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രിക. ഓക്കെ, അത് വെച്ച് നമ്മൾ പലതായിട്ട് മുറിച്ചിട്ടതാണ് ഈ പറഞ്ഞ ബെല്ലിലിടുക. ഓക്കെ, ഈ കുഴിയില് നമ്മൾ മുറിച്ച് പല സൈസിലുള്ളതായിരിക്കും ഈ കുഴിയിൽ കിടക്കുക. ഈ കുഴിയിൽ കിടന്നിട്ട് എന്താ ഉണ്ടാവുക, ഈ കുഴിയിൽ നിന്ന് കനം കുറഞ്ഞത്, ഓക്കെ, അതിന്റെ സൈസ് അനുസരിച്ച് സീവിങ് എഫക്റ്റിൽ കനം കുറഞ്ഞതാണ് ഏറ്റവും മുന്നിൽ വന്ന് കിടക്കുക. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് ഈ അഗരോസ് ജെൽ എന്ന് പറഞ്ഞതാണ് ജെല്ല് മെട്രിക്സ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ താഴെ കാണുന്ന ഈ മീഡിയം ജെല്ലാണ്, അഗരോസ് ജെല്ലാണ്. ഓക്കെ,
അപ്പൊ എന്താണ് ഇതിലെ ഏറ്റവും ചെറുത്, ഓക്കെ, വണ്ണം കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈസ് കുറഞ്ഞത് എന്ത് എടുക്കും, മുന്നിലിരിക്കും. ഓക്കെ, വണ്ണം കുറഞ്ഞ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും മുന്നിലിരിക്കും. അങ്ങനെ ഈ അഗ്രസ് ജെല്ലിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഈ പ്രൊസീജിയറിനെ പറയുന്നതാണ് ഇല്യൂഷൻ. എന്താണ് പറയാ, ഇല്യൂഷൻ. ഓക്കെ ഓക്കെ ഇനി അടുത്തതാണ് ക്ലോണിംഗ് വെക്റ്റർ. എന്താണ് വെക്റ്റർ? വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ ആണ്. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജീനിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്ലാസ്മിഡ് ആൻഡ് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെക്റ്ററുകൾക്ക് എക്സാമ്പിൾ ആണ് പ്ലാസ്മിഡും ബാക്ടീരിയോഫേജും. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളെ പറയുന്നതാണ് ബാക്ടീരിയോഫേജ്. ഓക്കെ, ഇനി പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെറുതാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഓട്ടോണമസ് ഒന്നിലധികം റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. ഓക്കെ, ഇത് DNA തന്നെ ഒരു ബാക്ടീരിയയിൽ കാണുന്ന DNA ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഈ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ തന്നെ ഈ സർക്കുലർ DNA ബാക്ടീരിയയിലൊക്കെ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്ഡ് ഒക്കെയാണ് കാണുക. ആ പറയുന്നതിനെയാണ് നമ്മൾ ഈ വെക്ടർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ആ പറഞ്ഞ ആ ബാക്ടീരിയയുടെ ആ സർക്കുലർ DNA നമ്മൾ അതിന്റെ ഈ പ്ലാസ്മിഡ്, ഓക്കെ, അതിന് നമ്മൾ ഈ ബാക്ടീരിയയിലുള്ള ജനറ്റിക് മെറ്റീരിയലുകളെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്മിഡ്, സർക്കുലർ സ്മോൾ റൗണ്ട് ഷേപ്ഡ് ഉള്ള ജനറ്റിക് മെറ്റീരിയൽ. അതിന് ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? ബാക്ടീരിയയിലൊക്കെ ഉണ്ടാവുന്ന ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? ഒന്നിൽ കൂടുതൽ വട്ടം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെരുകാൻ കഴിവുള്ളതാണ് ബാക്ടീരിയ. അതുകൊണ്ടല്ലേ ബാക്ടീരിയ ഒരിത്തിരി നേരം കൊണ്ട് ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കുന്നത് എന്താണ്? അതിങ്ങനെ പെരുകൊണ്ടിരിക്കും. അതിന് പെരുകാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ തന്നെ പെട്ടെന്ന് വിഘടിക്കുന്നതാണ്. ഓക്കെ, ആ വിഘടിക്കുന്ന ഈ ജനറ്റിക് മെറ്റീരിയലിനെ പറയുന്നതാണ് നമ്മുടെ പ്ലാസ്മിഡ് എന്നാണ് പറയാ. ഓക്കെ, എന്താ പറയാ? പ്ലാസ്മിഡ് എന്നാണ് പറയാ. ഓക്കെ, ഈ പ്ലാസ്മിഡിന്റെ ഒരിത്തിരി ഭാഗത്തെ നമുക്ക് വേണ്ട DNA മുറിച്ചു മാറ്റും. ഓക്കെ, നമുക്ക് വേണ്ട DNA ഈ പ്ലാസ്മിഡിന്റെ കുറച്ച് ഭാഗം മുറിച്ചു മാറ്റിയിട്ട് നമുക്ക് വേണ്ട DNA ആ പ്ലാസ്മിഡിൽ ഒട്ടിക്കും. അപ്പൊ ഇത് വീണ്ടും ഒരു സർക്കുലർ ആയില്ലോ. ഈ സർക്കുലർ ആണ് നമുക്ക് വേണ്ട ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഓക്കെ, ഏതിലാണ് പെറ്റുപെരുകാൻ ഉപയോഗിക്കേണ്ട ജീവി, ആ ജീവിയെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബാക്ടീരിയോഫേജിനെയും പ്ലാസ്മിഡിനെയും നമുക്ക് വെക്ടർ എന്ന് വിളിക്കാൻ പറ്റും. ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ബാക്ടീരിയോഫേജ് ആയാലും ഇവർക്ക് വേറൊന്നും നോക്കാതെ ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ഇതിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. ഇനി ഒരു ക്ലോണിംഗ് വെക്ടറിന് ആവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, അതായത് ഈ റിപ്ലിക്കേഷൻ തുടങ്ങാനായിട്ട് ഒരു സൈറ്റ് വേണം, ഒറി എന്നാണ് പറയാ. ഒരു സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് വെക്ടർ, അതൊക്കെ വേണം. ഓക്കെ, ഇത് വലിയ കഥയല്ല. ഒറിയിൽ നിന്നാണ് റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്, അത്ര അറിഞ്ഞാൽ മതി. സെലക്ടബിൾ മാർക്കറിനെ എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേത്, അതായത് ഇപ്പൊ എന്താ പറയാ, അതായത് ഇപ്പോ ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു പ്ലാസ്മിഡ് ഉണ്ടാക്കി, ഒരു റീകോമിനന്റ് DNA ഉണ്ടാക്കി. റീകോമിനന്റ് DNA എങ്ങനെ ഉണ്ടാക്കാന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഒരു ജീവിയിൽ നിന്ന് പ്ലാസ്മിഡ് എടുത്തു. ഓക്കെ, ഒരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ആയ പ്ലാസ്മിഡ് എടുത്തു. ഒരു ബാക്ടീരിയയുടെ കാര്യം പിടിയിട്ടുണ്ടല്ലോ. ബാക്ടീരിയ എന്താണെന്നൊക്കെ അറിയാലോ. ആ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് മനസ്സിലായല്ലോ. ആ DNA നമ്മൾ എടുത്തു. ഓക്കെ, ആ DNA നമ്മൾ എടുത്തിട്ട് അതിന്റെ കുറച്ച് ഭാഗം, ആ DNA നമ്മൾ ആ ജനറ്റിക് മെറ്റീരിയലിനെ പ്ലാസ്മിഡ് എന്നാണ് വിളിക്കുക. അതിന്റെ ഇത്തിരി ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് എന്താണോ ക്യാരക്ടർ, ഏത് ഒരു കഴിവാണ് നമുക്ക് വേണ്ടത്, അതടങ്ങിയ ജീൻ ഇതിൽ ഒട്ടിച്ചു വെക്കും. ഓക്കെ, ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിനെ പെറ്റുപെരുകാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോ ഈ പറഞ്ഞ പെറ്റുപെരുക, അതായത് അങ്ങനെ മാറിയതിനെ, അങ്ങനെ മാറ്റം വന്നതിന് നമ്മൾ ട്രാൻസ്ഫോർമെന്റ് എന്നാണ് പറയുക. ഓക്കെ, അതായത് മാറ്റം വന്നിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലുകളെ നമ്മൾ പറയുന്നതാണ് ട്രാൻസ്ഫോർമെന്റ് എന്നാണ് പറയുക. ട്രാൻസ്ഫോർമെന്റ്, ഈ ട്രാൻസ്ഫോർമെന്റ് അതായത് മാറ്റം വന്നത് മാറ്റം വരാത്തതുമായി വ്യത്യസ്തത തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് സെലക്ടബിൾ മാർക്കർ. ഓക്കെ, ഇതൊക്കെ കേട്ടോ. സെലക്ടബിൾ മാർക്കർ എന്താണ്? ജീൻ വിച്ച് ഹെൽപ്പ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമെന്റ് ആൻഡ് സെലക്ടീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോർമെന്റ്. ഓക്കെ, ആ മാറ്റം വന്ന ആ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ട്രാൻസ്ഫോർമെന്റ്. അതിന് മാറ്റം വരാത്തതുമായി വ്യത്യസ്ത തിരിച്ചറിയാനായിട്ട്
ഉപയോഗിക്കുന്നതാണ് സെലക്ടബിൾ മാർക്കർ. ഓക്കെ, ഈ പറഞ്ഞത് PBR322 എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. അതിന് കുറെ സെലക്ടബിൾ മാർക്കറുകൾ ഉണ്ട്. ഓക്കെ, PST, PV1, ഇക്കോആർ1, ക്ലാവൺ, ഹിൻഡ്3, ബാമെച്ചൺ. ഈ ബാമെച്ചോണും സാൽവൺ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റന്റ് ജീനുകളാണ്. ഓക്കെ, ഇതൊക്കെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളാണ്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോർമേഷൻ? ദ പ്രോസസ് ത്രൂ വിച്ച് എ ഫോറിൻ ജീൻ ഓർ അലിയൻ DNA is introduced into a host or bacteria. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോറിൻ ജീൻ, അതായത് ഫോറിൻ ജീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ശരീരത്തിലേക്ക് വേറെ പുറത്തുനിന്ന് എന്ത് വന്നാലും അത് ഫോറിൻ ആണ്. ആ ഫോറിൻ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഹോസ്റ്റിനെ വിളിക്കുന്നതാണ്, ആ ബാക്ടീരിയനെ വിളിക്കുന്നതാണ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിനെ പറയാ. ഇനി ഇതൊക്കെ വിട്ടേക്കൂട്ടോ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെലക്ടബിൾ മാർക്കറുകളെ നമ്മൾ പറഞ്ഞു, സെലക്ടബിൾ മാർക്കറിനെ ട്രാൻസ്ഫോർമെന്റിനും നോൺ ട്രാൻസ്ഫോർമെന്റിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനുപയോഗിക്കുന്ന മെത്തേഡുകൾ ഒന്നാണ് കളർ റിയാക്ഷൻ. അത് കളർ ക്രോമോജനിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട്, അതായത് കളർ കൊടുക്കുന്ന വസ്തുക്കൾ ആഡ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് കളർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് ഇതെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഓക്കെ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നമ്മൾ കളർ റിയാക്ഷൻ പോലെ തന്നെ സെലക്ടബിൾ മാർക്കറും തിരിച്ചറിയാനായിട്ടുള്ള മെത്തേഡിൽ ഒന്നാണ് കളർ റിയാക്ഷൻ, മറ്റൊന്നാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. എന്താണ് ഇൻസേർഷണൽ? അതായത് എന്താണോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിന്റെ ഒരു എൻസൈം, ഓക്കെ, ഒരു എൻസൈം നമ്മള് അതായത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യാണ്. അതിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാതെ ആക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇതിന് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എക്സ്പ്രസ് ആവാതിരിക്കുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഓക്കെ, റീകോമിനന്റ് DNA എന്താന്ന് പറഞ്ഞല്ലോ, നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന DNA എന്താണ്, ആ DNA എന്താണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിന്റെ ജീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ. ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. സെലക്ടബിൾ മാർക്കർ. ഓക്കെ, സെലക്ടബിൾ മാർക്കർ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വെക്ടറിന് വേണ്ട ഒരു സാധനമാണ് സെലക്ടബിൾ മാർക്കർ. ഓക്കെ, ഈ സെലക്ടബിൾ മാർക്കർ വെച്ച് എന്താ ഉപയോഗം? മാറ്റം വന്ന സാധനത്തിനെ മാറ്റം വരാത്തത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ട്രാൻസ്ഫോർമെന്റിനെ നോൺ ട്രാൻസ്ഫോർമെന്റുകളുമായിട്ട് തിരിച്ചറിയാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? സെലക്ടബിൾ മാർക്കർ ഉപയോഗിക്കുന്നു. അത് കൂടാതെ വേറെ മെത്തേഡാണ് കളർ റിയാക്ഷൻ. നിറം വന്നോ നിറം വന്നില്ല എന്നതിലൂടെ അറിയാം. മറ്റൊന്ന് ആക്റ്റീവായോ ഇനാക്റ്റീവായോ എന്നതാണ് രണ്ടാമത്തെ. ആ മെത്തേഡിനെ പറയുന്നതാണ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ. ഓക്കെ, അത് ഇനാക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്ന രീതിയിൽ. ഓക്കെ, ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാം. അങ്ങനെ വ്യത്യസ്തത തിരിച്ചറിയാനായിട്ടാണ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോ അത് ഇൻസേർഷൻ ഇനാക്ടിവേഷനിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കണേ? ഇൻസേർഷൻ ഇനാക്ടിവേഷനിലൂടെ, അതായത് ഇഫ് ദ പ്ലാസ്മിഡ് ഇൻ ദ ബാക്ടീരിയ ആസ് എൻ ഇൻസേർട്ട് റിസൾട്ട്സ് ഇൻ ദ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ, അതായത് ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ബാക്ടീരിയയുടെ കോളനി ഒരു നിറവും ഉണ്ടാക്കില്ല. ഓക്കെ, ഒരു നിറവും ഉണ്ടാക്കില്ല, ഡു നോട്ട് പ്രൊഡ്യൂസ് എനി കളർ. ഇനി ഇൻസേർഷൻ ഇനാക്ടിവേഷനിലൂടെ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു നിറം ഉണ്ടാക്കില്ല. ഇനി ബീറ്റ ഗാലക്ടോസിഡേസ് ഇല്ല എന്നുണ്ടെങ്കിലോ, ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബ്ലൂ കളർ ഉണ്ടാക്കും. ഓക്കെ, അപ്പോ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ എന്താണ്, ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അതില്
ഈ പറഞ്ഞ പോലെ ഒരു ബീറ്റ കാരക്ടോസിഡേസ് എൻസൈം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ അതെന്താണ്, ഒരു കോളനി, ഒരു നിറം ഉണ്ടാക്കില്ല. ആ ഒരു മെത്തേഡ്, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ പറയുന്നതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ഓക്കെ, എന്താണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ? ഇവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഈ പാഠത്തിന്റെ കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പറയുന്നത് 2 പേരേ ഉള്ളൂ. നിങ്ങള് നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? പ്രധാനപ്പെട്ട പഠിക്കണം എന്ന് പറയുന്ന കാര്യം മാത്രം ഒന്ന് ഓർക്കുക. അതായത് സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടറിന് വേണ്ട ഒരു ഘടകമാണ്. അതിനെ ഉപയോഗിക്കുന്ന 2 മെത്തേഡാണ്. ഒന്ന് കളർ റിയാക്ഷൻ, നിറം ഉണ്ടോ നിറമില്ല, കളർ റിയാക്ഷൻ. ഇനി അടുത്ത മെത്തേഡ് ഇൻസേഷൻ ഇനാക്ടിവേഷൻ. ഉണ്ടെങ്കിൽ നിറം ഉണ്ടെങ്കിൽ അതിലൊരു നിറം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അത് നിറം കാണിക്കും, നീല കളർ കാണിക്കും. അതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി വെക്ടർ. ഓക്കെ, ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ്. ഇനി ഇത് മനുഷ്യന്മാരുടെ കാര്യങ്ങളിലാണ് കൂടുതലും പറഞ്ഞിരുന്നത്. ഇനി പ്ലാന്റ്സിലും അനിമൽസിലും ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിന് മെയിൻ ആയിട്ടുണ്ടല്ലോ മക്കളെ, ഇവിടെ ഈ ഹെഡിങ് മാത്രം പഠിച്ചു പോയി മതി ഇതിന്റെയൊക്കെ. ഇനി ഇതാണ് എപ്പോഴും എക്സാമിന് ചോദിക്കാറ്. ഈ മൈക്രോ ഇഞ്ചക്ഷൻ, ബയോളിസ്റ്റിക് ജീനുകൾ, അങ്ങനെ ഈ പിന്നെന്താണ് ഈ എൻസൈമുകള്, PCR എന്താണ്, അതിൽ ഉപയോഗിക്കണ ഇതുകള്, അതിന്റെ സ്റ്റെപ്പുകള്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത്. ബയോ റിയാക്ടറുകള്, ടൈപ്പുകള്, അതാണ് കൂടുതലും ചോദിച്ച് കാണാറ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. അതായത് പ്ലാന്റ്സിലും അനിമൽസിലും വെക്ടറായിട്ട് ഉപയോഗിക്കുന്ന വെക്ടറുകളുടെ പേര് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ക്ലോണിംഗ് വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻ. ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കുന്ന ഒരു ഐഡന്റിക്കൽ കോപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെ പറയുന്നതാണ് ക്ലോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഇപ്പൊ എന്റെ ഒരു ക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്ലോൺ. ഓക്കെ, അത് ഇതുവരെ മനുഷ്യന്മാരിൽ സാധ്യമായിട്ടില്ല അല്ലെ. അപ്പോ നമ്മള് ഈ പ്ലാന്റ്സിലും അനിമൽസിലും വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അഗ്രോബാക്ടീരിയൻ തുമിഫേഷ്യൻസ്. ഓക്കെ, അഗ്രോബാക്ടീരിയൻ തുമിഫേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കീടാണുമാണ്. ഓക്കെ, അത് കുറെ ഡൈക്കോട്ട് പ്ലാന്റുകളെയൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരു കീടാണ്. ഈ കീടാണുവിന് എന്താണ്, ഒരു TDNA ഉണ്ട്. ഓക്കെ, ആ TDNA സാധാ സെല്ലുകളെ ക്യാൻസർ സെല്ലാക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഈ അഗ്രോബാക്ടീരിയൻ തുമിഫേഷ്യൻസിനെ ഒരു വെക്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്താണ് അഗ്രോബാക്ടീരിയൻ തുമിഫേഷ്യൻസിന്റെ ഒരു വെക്ടറായിട്ട് ഉപയോഗിക്കും. കാരണം അവർക്ക് ആ TDNA, ആ ട്യൂമർ ഉണ്ടാക്കാൻ കഴിവുള്ള അവരുടെ ശരീരത്തിലെ ആ പ്ലാസ്മിഡിനെ പറയും TI പ്ലാസ്മിഡ്. ഓക്കെ, TI പ്ലാസ്മിഡ് എന്നാണ് പറയാ. ഒരു പ്ലാന്റ്സിലും അനിമൽസിലും ഉപയോഗിക്കുന്ന ഒരു വെക്ടറിന് എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം അഗ്രോബാക്ടീരിയൻ തുമിഫേഷ്യൻ. പിന്നെ അത് കൂടാതെ റെട്രോവൈറസും ഉപയോഗിക്കുന്നു. എന്താണ് കോമ്പിറ്റന്റ് ഹോസ്റ്റ്? അത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് പുറത്തുനിന്നുള്ള ഒരു DNA എടുക്കാൻ കഴിവുള്ള ഒരു സെല്ലിനെ പറയുന്നതാണ് കോമ്പിറ്റന്റ് ഹോസ്റ്റ്. ഓക്കെ, ദ സെൽ വിച്ച് ഇസ് കാപ്പബിൾ ഓഫ് ടേക്കിംഗ് അപ്പ് ദ alien DNA ഈസ് കോൾഡ് ദ കോമ്പിറ്റന്റ് ഹോസ്റ്റ്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി എന്താണ്, അപ്പോ വെക്ടറായിട്ട് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? TI പ്ലാസ്മിഡ്, റെട്രോവൈറസ്, അഗ്രോബാക്ടീരിയൻ തുമിഫേഷ്യൻസിനും TI പ്ലാസ്മിഡിനെയാണ് ഇതിൽ ഉപയോഗിക്കുക കേട്ടോ. ഇനി
ഇനി ഇതെന്താണ്, നമുക്ക് വേണ്ട ഒരു ജീൻ വേറൊരു ജീവിയില്, വേറൊരു പ്ലാന്റ്സിലാവട്ടെ എനിമൽസിലാവട്ടെ നേരിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി കാണാനായിട്ടുള്ളത്. ഓക്കെ, അതാണ് ഒന്നാമത് മൈക്രോ ഇൻജെക്ഷൻ. ഓക്കെ, എന്താണ് മൈക്രോ ഇൻജെക്ഷൻ എന്നുള്ളതാണ് ആദ്യത്തെ മെത്തേഡ്. മൈക്രോ ഇൻജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസ് റീകോമിനന്റ് DNA into the host cell by directly injecting into the nucleus of an animal cell using micropipette. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട DNA അല്ലെങ്കിൽ ജീൻ നേരിട്ട് ഇൻജെക്ട് ചെയ്യുന്ന മെത്തേഡ്, അതാണ് പറയുന്നത് മൈക്രോ ഇൻജെക്ഷൻ. ഓക്കെ, എന്താണ് മൈക്രോ ഇൻജെക്ഷൻ? ഓക്കെ, ഇനി ഇത് വാട്ട് ഈസ് ആ ഒരു ഇത് ചോദിച്ചിട്ടേ വരുള്ളൂ കേട്ടാ. ഇതിലൊക്കെ എന്താണ് ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടോ ഗോൾഡ് ഉപയോഗിച്ചിട്ടോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, അങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾ എന്തറിയണം, ഈ ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ടേമിനാണ് ഇവിടെ വാല്യൂ. ഓക്കെ, ബയോളിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ എന്നാണ് മെത്തേഡ്. ബയോളിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താണ് ഹൈ വെലോസിറ്റിയിലുള്ള ഒരു ഗോൾഡിനോ ടങ്സ്റ്റൺ പാർട്ടിക്കിളിനോ DNA ഉള്ള, ഇപ്പൊ ഇത് തോക്കാന്ന് വിചാരിക്കുക, ഈ തുമ്പത്ത് നമുക്ക് വേണ്ട DNA വെച്ചിരിക്കുന്നു, എന്നിട്ട് ഒറ്റ വെടി വെക്കും. അതാണ് ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അഥവാ ജീൻ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമൻ. ഇനി റീകോമിനന്റ് DNA ടെക്നോളജി നമ്മൾ പറഞ്ഞ, ഞാൻ കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു റീകോമിനന്റ് DNA ടെക്നോളജി, റീകോമിനന്റ് DNA എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ റീകോമിനന്റ് DNA ടെക്നോളജി എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഈ റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണ്ട DNA നമ്മൾ ഇപ്പൊ ഏത് ഇതിന്നാണ് ഇത് സത്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോട്ടെ, ഇതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഞാൻ പറയാലോ, നമുക്ക് വേണ്ട DNA എടുത്തു. ഓക്കെ, നമുക്ക് വേണ്ട DNA എടുത്തു, അതിനെ മുറിച്ചു, റെസ്ട്രിക്ഷൻ സെയിം വെച്ച് മുറിച്ചു. അതിനുശേഷം അതിൽ നിന്ന് ചില ഇലക്ട്രോഫോറസിസ് വെച്ച് മാറ്റി. ഓക്കെ, അതിനുശേഷം അത് വേറെ എവിടെയാണോ നമുക്ക് ഇപ്പൊ വേറെ വെക്ടർ എന്തെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ അതിലേക്ക് നമ്മൾ കൊണ്ട് ഒട്ടിച്ചു വെച്ചതിന് ശേഷം അതൊരു ജീവിയിലേക്ക് വെച്ചു. ആ ജീവിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയാ. എന്നിട്ട് ആ ഹോസ്റ്റിനെ, ആ ജീവിനെ നമ്മൾ പെറ്റുപെരുകാൻ വിട്ടു. പെറ്റുപെരുകിയതിനു ശേഷം അതിന്റെ ആ പെറ്റുപെരുകിയത് എന്തായിരിക്കുമല്ലോ, നമുക്ക് വേണ്ട ഒരു സാധനമാണല്ലോ അത് പെറ്റുപെരുകിച്ചിട്ടുണ്ടാവുക. അതിന് നമ്മൾ എടുക്കുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് റീകോമിനന്റ് DNA ടെക്നോളജി. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇതിൽ ഇത് നമുക്ക് വേണ്ട ജനറ്റിക് മെറ്റീരിയൽ എടുക്കാനായിട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് ബാക്ടീരിയയിലെ സെല്ലാണെന്നുണ്ടെങ്കിൽ, ബാക്ടീരിയയുടെ സെല്ലിന്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ സെല്ലിൽ നശിപ്പിക്കാനായിട്ട് ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഉപയോഗിക്കുക. എന്താണ് ലൈസോസൈം. ഇനി സെല്ലുലേസ് എന്തിനാണ് ഉപയോഗിക്കുക, സെൽവാൾ, അതായത് പ്ലാന്റിന്റെ സെൽവാൾ ഡൈജസ്റ്റ് ചെയ്യാനാണ് സെല്ലുലേസ് ഉപയോഗിക്കുക. ഇനി ഫംഗസിന്റെ സെൽവാൾ ഡൈജസ്റ്റ് ചെയ്യാനാണ് കൈറ്റിനേസ് ഉപയോഗിക്കുക. കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു RNA ആണ് നമുക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ റൈബോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഉപയോഗിക്കുക. ഇനി ഈ പറഞ്ഞ ഇനി ഇതില് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് വേണ്ട DNA നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു DNA മൊത്തത്തില് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചിൽഡ് എത്തനോൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ചിൽഡ് എത്തനോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി കിട്ടും എന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി അതിനെങ്ങനെ മാറ്റിയിട്ട് ചിൽഡ് എത്തനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കണ്ടൻസ് ചെയ്ത് ഒരു സ്ഥലത്ത് മൂടി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പനീർ ഉണ്ടാക്കാന്നൊക്കെ പറയില്ലേ, അപ്പൊ എന്താണ് നമ്മൾ പാലിലാണ്ട് എന്ത് വയ്ക്കും, നാരങ്ങ പിഴിയണ കഥ കേട്ടിട്ടില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ വന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും അല്ലെ, അടിഞ്ഞുകൂടും. അതേപോലെ തന്നെ DNA ഒരു സൈഡിൽ കൂടും. ആ DNA എടുക്കുന്ന മെത്തേഡിനെ പറയുന്നതാണ് സ്പൂളിംഗ് എന്ന് പറഞ്ഞത്. DNA ത്രെഡ് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് സ്പൂളിംഗ് എന്നാണ് പറയാ. ഓക്കെ, DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഇത്ര ജസ്റ്റ് ഇനി പറയാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബയോളിസ്റ്റിക്സ്. ഓക്കെ, ബയോളിസ്റ്റിക് മെത്തേഡ്, മൈക്രോ ഇൻജെക്ഷൻ, അതൊക്കെ ഓർത്തിരിക്കുക. ടങ്സ്റ്റനും ഗോൾഡ് പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് വെടിവെക്കുന്ന ഒരു പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എഴുതണം ബയോളിസ്റ്റിക്സ്. അതോ ജീൻ ഗൺ ആണെങ്കിൽ ജീൻ ഗൺ എന്ന് എഴുതണം കേട്ടാ. ഇനി അടുത്തതാണ് PCR എന്താന്ന് ചോദിക്കും. PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ,
നമുക്ക് വേണ്ട ഒരു ജീനിനെ പെറ്റുപെരുക്കുക, ഒന്നിലധികം കോപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയാ. ഓക്കെ, PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം എന്താണ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ ആംപ്ലിഫിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ആണ് എന്താണ്? ടാക് പോളിമറേസ് എന്നാണ് എൻസൈമിന്റെ പേര്. പഠിച്ച ടാക് പോളിമറേസ് എൻസൈം ആണ് PCR ഉപയോഗിക്കുന്ന എൻസൈം, ടാക് പോളിമറേസ്. ഇതൊരു തെർമോസ്റ്റേബിൾ, ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ആണ്. ഓക്കെ, തെർമോസ്റ്റേബിൾ എൻസൈം ആണ്. ഇത് ഉണ്ടാക്കിയത് ഇത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? ഏത് ജീവിയിൽ നിന്നാണ്? തെർമസ് അക്വാട്ടിക്കസ്. ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പലയിലും സ്റ്റോർ ചെയ്ത് വെച്ചോ. PCR എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന എന്താ പറയാ? പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ ഈ ഉപയോഗിക്കുന്ന എൻസൈമിനെ പറയുന്നതാണ് ടാക് പോളിമറൈസ്. എന്താ പറയാ? ടാക് പോളിമറൈസ്. അത് എവിടെന്നാ കണ്ടുപിടിച്ചേ? തെർമസ് അക്വാട്ടിക്കസ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞ അതിൽ നിന്ന് ബാക്ടീരിയയിൽ നിന്നാണ് ഇത് എടുത്തേക്കുന്നത്, ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി PCR ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലധികം കോപ്പി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? PCR. PCR എന്ന് പറയാ അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അതിൽ ഉപയോഗിക്കുന്ന 3 സ്റ്റെപ്പുകൾ എന്താണ്? ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഏതൊക്കെയാണ്? ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. കിട്ടിയല്ലോ? ഇനി പറയുന്നതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് PCR എന്ന് പറഞ്ഞാൽ? എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ട ജീനിനെ പെറ്റുപെരുകാൻ ഒന്നിൽ കൂടുതൽ കോപ്പി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇവിടെ ആംപ്ലിഫിക്കേഷൻ ആണ് നടക്കുന്നത്, പെറ്റുപെരുകിക്കുകയാണ് ചെയ്യുന്നത്. അതിലെ 3 സ്റ്റെപ്പുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഈ ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ആവശ്യം പഠിക്കണം. ഓക്കെ, ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വേണ്ട DNA നമുക്കറിയാലോ. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അറിയാലോ. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഈ ഡബിൾ സ്റ്റാൻഡ് ചെയ്തത് ചെയ്യുന്ന DNA വേർതിരിച്ച് രണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡീനാച്ചുറേഷൻ. ഓക്കെ, ടാർജറ്റ് DNA. അത് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 94°C ചെയ്യുന്നത്. ഇതിലാണ് 94°C ചെയ്യുന്നത്. ഇനി അനീലിംഗ് ചെയ്യുന്നതോ? അനീലിംഗ് ചെയ്യുന്നത് 52°C തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 52°C ഇത് ചെയ്യുന്നത്. ഡീനാച്ചുറേഷൻ ചെയ്യുന്നത് 94°C. പഠിച്ചു വെച്ചേക്കാം. ഡീനാച്ചുറേഷൻ ചെയ്യുന്നത് 94°C. ഡീനാച്ചുറേഷൻ ചെയ്യുന്നത് 94°C. PCR ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്ടാണ്? ടാക് പോളിമറസ്. എന്താണ് ടാക് പോളിമറസ്? അത് എവിടെന്നാ കിട്ടിയ? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന്. ഈ അനിലിംഗ് നടക്കുന്നത് ഏതാണ്? 52°C. അനിലിംഗ് നടക്കുന്നത് 52°C. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് 72°C. എക്സ്റ്റൻഷൻ നടക്കുന്നത് 72°C. ഇത്തരം കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലാണ് പ്രൈമർ ആഡ് ചെയ്യണേ, അതൊന്നും അറിഞ്ഞു വെച്ചേക്ക്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലാണ് പ്രൈമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മോൾ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഒളിഗോന്യൂക്ലിയോടൈഡ്, ഒരു DNA RNA കുറച്ച് ഭാഗത്തെ പറയുന്നതാണ് പ്രൈമർ. അത് ആഡ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്റ്റൻഷൻ. എന്താണ്? എക്സ്റ്റൻഷൻ. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? ഓർത്തിരിക്കുക, 72°C. എത്രയാണ്? 72°C. ഓക്കെ, ഈ ക്ലാസ് കേൾക്കുന്നവർ ഉറങ്ങിപ്പോയോ? അത് അവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്, കേൾക്കണ്ട്. ആ, ശരി. ഈനാവിസ് ഉണ്ടോ അവിടെ? ഉണ്ട് ടീച്ചറെ, ഉണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ആ, ശരി. ഓക്കെ, ഇന്നലത്തെ ക്ലാസ് ഇപ്പൊ ഒരു ഇതായില്ലേ? ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയതുകൊണ്ടാട്ടോ. ഇല്ല, കുഴപ്പമില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, ഇനി അടുത്തതാണ് ബയോറിയാക്ടർ. ഇനി ലൈക്ക്
നമ്മൾക്ക് വേണ്ട ഒരു ജീനിന് നമ്മൾ ഇപ്പൊ എന്താണ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത് നമുക്ക് ഇപ്പോ ബയോടെക്നോളജിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എൻസൈമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾക്ക് വേണ്ട സാധനം ഇപ്പൊ കുറച്ച് അളവിലൊന്നല്ല വേണ്ടത്, ഒരുപാട് അളവിലാണ് വേണ്ടത്. അങ്ങനെ ഒരുപാട് അളവിൽ ഈ പറഞ്ഞ കൾച്ചർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെസലിനെ പറയുന്നതാണ് ബയോ റിയാക്ടർ എന്നാണ് പറയുക. എന്താണ് പറയാ? ബയോ റിയാക്ടർ എന്നാണ് പറയുക. ലാർജ് ക്വാണ്ടിറ്റി എന്തൊരു പ്രൊഡക്ട്സും ഒന്നിലധികം ഒരുപാട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബയോ റിയാക്ടർ എന്ന് പറയുന്ന വെസലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ബയോ റിയാക്ടറുകളുടെ ടൈപ്പുകളാണ് പിന്നെ പഠിക്കേണ്ടത് കേട്ടോ. ബയോ റിയാക്ടറുകൾ 2 ടൈപ്പ് ഉണ്ട്. ഈ ബയോ റിയാക്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടെമ്പറേച്ചറും pH-ഉം വിറ്റാമിനും ഓക്സിജനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെസലാണ് ബയോ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 2 ടൈപ്പ് ഉണ്ട്. മിക്ക ബയോ റിയാക്ടറുകളും സ്റ്റിറിംഗ് ടൈപ്പാണ്. ഓക്കെ, ഇളക്കുന്ന ടൈപ്പാണ്, സ്റ്റിറിംഗ് ടൈപ്പാണ്. ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും ഫെസിലിറ്റി. അതായത് ഏത് നേരം ഓക്സിജനും മിക്സിങ്ങും നടക്കുന്ന ഒരു ടൈപ്പാണ് ബയോ റിയാക്ടറിലെ സ്റ്റിറിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബബിൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇളക്കുമ്പോ എന്താണ് നമ്മൾ ഒരു സാധനം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഓക്സിജൻ എയർ പമ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ഓക്സിജൻ കൊടുക്കുന്ന ഒരവസ്ഥയാണ് വേറൊന്നും. അപ്പൊ അതങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ? എന്താണ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ? മറ്റൊന്ന് എന്താണ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ, മറ്റൊന്ന് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, ഈ സിമ്പിൾ സ്റ്റിറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ വെച്ചാൽ ഓക്സിജൻ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള കാര്യമാണ് സിമ്പിൾ സ്റ്റിർ. പേരിൽ തന്നെ ഉണ്ട്. സിമ്പിൾ സ്റ്റിറിൽ എന്താണ് പ്രിൻസിപ്പിൾ? വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ്? അവിടെ നമ്മൾ ഓക്സിജൻ ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ സ്റ്റിറിങ്ങിലൂടെ നിരന്തരം ഓക്സിജൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മെത്തേഡാണ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇനി സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ, ഇതിലെന്ത് ഉപയോഗിക്കുന്നത്? അതിനൊന്നുമില്ല, നമ്മളിങ്ങനെ ഓക്സിജൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബയോറിയാക്ടറിൽ ഉണ്ടാക്കിയ സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ മാത്രം പോരാ, അതിൽ ഒരുപാട് ഇതിനെന്താണ് അതിൽ നിന്ന് വേറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ഇനി അതിനരിക്കണം, അതിനെ പ്രോസസ് ചെയ്യണം. അതിലേക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അച്ചാർ പോലത്തെ ഒക്കെ സാധനം, അച്ചാർ ഇതിലുണ്ടാക്കില്ല കേട്ടോ, ബയോടെക്നോളജിയിൽ അച്ചാർ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു അച്ചാർ ഉണ്ടാക്കി വിചാരിക്കാം. ആ അച്ചാർ കേടാവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് വിനാഗിരി ഒഴിക്കണം, ചിലപ്പോ എണ്ണ കൂടുതൽ ഒഴിക്കണം, അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് അച്ചാറിനെ ദീർഘകാലത്തേക്ക് ഇരുത്തുന്നത്, അല്ലെ? അതേപോലെ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു ബയോടെക്നോളജിയില് ബയോറിയാക്ടറിൽ ഒരു ലാർജ് വെസലില് ഒരുപാട് മരുന്ന് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ മരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറെ നാൾ ഇരിക്കണം. അപ്പൊ അതിന് കേടാവാതിരിക്കാനുള്ള സാധനം ആഡ് ചെയ്യണം. അതിൽ ഈ പറഞ്ഞ പോലെ കേക്ക് എന്താ പറയാ കേടാവാതിരിക്കാനും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൽ വല്ല എന്താ പറയാ ഫിൽട്ടർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് മെത്തേഡ് ചെയ്യുന്ന അവസാനത്തെ പ്രൊസീജിയർ ചെയ്യുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ, സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ഒക്കെ ചെയ്യുന്ന മെത്തേഡിന് പറയുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അതോട് ഈ പാഠം തീർന്നു. നിങ്ങളിപ്പോ കേട്ടോണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം കുറച്ചെങ്കിലും പിടികിട്ടിയുണ്ടാവും. ഓക്കെ, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ബയോസിന്തറ്റിക് പ്രോഡക്റ്റ്. നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനെ സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇനി ബയോറിയാക്ടർ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിളും സ്പാർജും. ഇനി അടുത്തത് എന്താണ്? എന്തിനാണ് സെലക്ടബിൾ മാർക്ക് ഉപയോഗിക്കണേ? PCR-ൽ 3 സ്റ്റെപ്പ്: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ ചെയ്യുന്നത് 94 ഡിഗ്രിയിലാണ്, അനീലിംഗ് ചെയ്യുന്നത് 52 ഡിഗ്രിയിലാണ്, എക്സ്റ്റൻഷൻ ചെയ്യുന്നത് 72 ഡിഗ്രിയിലാണ്. ഇതിൽ ഉപയോഗിക്കുന്ന എൻസൈമിനെ പറയുന്നത് ടാക് പോളിമറേസ് എന്നാണ്. അത് എവിടുന്ന് ഏത് ബാക്ടീരിയ എന്നാണ് എടുത്തത്? തെർമസ് അക്വാട്ടിക്കസ് ആണ്. ആ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? അത് തെർമോസ്റ്റേബിൾ ബാക്ടീരിയ ആണ്. ചൂടിനെ അതിജയിക്കാൻ കഴിയുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ,
അത്ര കാര്യങ്ങൾ പറഞ്ഞു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അത് കൂടാതെ സ്കൂളിംഗ് എന്താണ്? DNA നൂലിൽ നിന്ന് പോലെയും എടുക്കുന്ന മെത്തേഡിനെയാണ് സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി ഇതില് എന്താ വേറെ ബയോലിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീൻ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട DNA നമ്മൾ വെടി വെച്ചിട്ട് ഗോൾഡ് ഒരു ടങ്സ്റ്റൺ വെച്ചിട്ട് ഗോൾഡ് പാർട്ടിക്കിൾ വെച്ചിട്ട് ഹൈ വെലോസിറ്റി വെടിക്കുന്ന മെത്തേഡിനെയാണ് ബയോലിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീകോmbinant DNA നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന മെത്തേഡിനെ പറയുന്നതാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ഓക്കെ, അതോടുകൂടി ഈ പാഠം തീരെയാണ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കി പാഠം പഠിക്കണം. ഓക്കെ, ഈ പാഠം ഇവിടെ തീർന്നു. ഇനി കാണുന്നുണ്ടോ അടുത്ത പാഠം? കാണുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻ പഠിക്കുന്നതാണ്. നമ്മൾ ഈ ആദ്യത്തെ പാഠത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കുറെ പ്രൊസീജിയറുകളും ഇപ്പൊ PCR, അതേമാതിരി തന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, ബയോറിയാക്ടർ, അതിനുപയോഗിക്കുന്ന വെസലുകള്, പിന്നെ ജെൽ ഇലക്ട്രോഫോറസിസ്, അങ്ങനെ കുറെ മെത്തേഡുകളാണ് പഠിച്ചത്. അതുവഴി എന്തൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ. ഒരു മിനിറ്റ്. അപ്പോ നമുക്ക് അടുത്ത പാഠം തുടങ്ങാം. ഓക്കെ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് പാഠം. ഇതിൽ ഞാൻ മുഴുവൻ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളാണ് ഇതിൽ പഠിപ്പിക്കുക. ഓക്കെ, ഈ ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഗ്രോ കെമിക്കൽ ബേസ്ഡ് നമ്മൾ അഗ്രികൾച്ചറായിട്ട് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓർഗാനിക് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്നുണ്ട്. ജനറ്റിക്കൽ എഞ്ചിനീയർ, നമ്മൾക്ക് ഇപ്പോൾ ജനറ്റിക്കൽ എഞ്ചിനീയർ വല്ല ക്രോപ്പുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലും ഈ ബയോടെക്നോളജി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. GMO എന്ന് വേണമെങ്കിൽ ചോദിക്കാം. GMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തെ പറഞ്ഞാണ് GMO. GM പ്ലാന്റ്സിന്റെ ഗുണഗണങ്ങൾ എന്താണ്? ഈ അബയോട്ടിക് സ്ട്രെസ്, കോൾഡ്, ഡ്രൗട്ട് അങ്ങനെ കാര്യങ്ങളിൽ നിന്നൊക്കെ ടോളറന്റ് ആയിരിക്കും. പിന്നെ വളരെ പെസ്റ്റിസൈഡിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും. റെഡ്യൂസ്ഡ് യൂസ് ആണ് ഉണ്ടാവുക. ഇനി ഹെൽപ്പ് ടു റെഡ്യൂസ് ദ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലും നാശനഷ്ടങ്ങൾ ഉള്ളത് കുറയും. ഓക്കെ, ഇനി ഒരു ചെടി മിനറലുകളെ, മണ്ണിൽ നിന്നുള്ള മിനറലുകളെ വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് കൂടും. പിന്നെ അതിൽ വഴി എന്താണ്? ഇത് പഠിച്ചു വെക്കട്ടോ. വിറ്റാമിൻ ഇത് നമുക്കിപ്പോ നമ്മൾ തിന്നുന്നത് നമ്മൾക്കറിയാം. നമ്മൾ ഈ ഞവരരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ പറഞ്ഞ പോലെ എന്താണ്? ബയോടെക്നോളജിക്കലി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഒരു അരിയാണ്. അതേപോലെ തന്നെ ഗോൾഡൻ റൈസ് എന്ന പേരിലുള്ള ഒരു അരിയുണ്ട്. ആ ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞ അരി ബയോടെക്നോളജിയിലൂടെ ഉണ്ടാക്കിയതാണ്. അതിലെന്താണ്? വിറ്റാമിൻ എയുടെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. എന്താണ് ഗോൾഡൻ റൈസിൽ? എന്താണ്? ബയോടെക്നോളജിക്കലി ഉണ്ടാക്കിയ ഒരു റൈസ് ആണ്, വിറ്റാമിൻ എ എൻറിച്ചഡ് ആണ്. ഓക്കെ, ഇനി ഇതിലൂടെ കുറെ അധികം പെസ്റ്റുകളിൽ നിന്ന് തുരത്താനായിട്ട് പറ്റി. ഓക്കെ, BT ടോക്സിൻ ജീൻ ഉണ്ടാക്കിയത് ഏത് ബാക്ടീരിയയിൽ നിന്നാണ്? ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്നാണ് എന്താ ഉണ്ടാക്കിയത്? BT ടോക്സിൻ ഉണ്ടാക്കിയത്. ഓക്കെ, BT കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബയോടെക്നോളജിക്കലി ഇംപ്രൂവ് ചെയ്തെടുത്ത ഒരു ക്രോപ്പാണ് BT കോട്ടൺ. ഓക്കെ, ഈ BT കോട്ടന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ
ഓക്കെ, ഇതിന്റെ കഥ വേഗം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് ഒരു കർഷകര് എന്താണ് പരുത്തി ചെടി ഇങ്ങനെ കുറെ നട്ടു നട്ട് 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 എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർഷകന്റെ ഈ പരുത്തിനെ മൊത്തം ഈ കീടാണുക്കൾ വന്ന് തിന്നെ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ബയോടെക്നോളജിക്കലി ഉണ്ടാക്കിയെടുത്ത ചെടിയാണ് ബി.ടി കോട്ടൺ. ആ ബി.ടി കോട്ടണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. അതിനധികം ആൾക്കാർ വന്ന് തിന്നണില്ല. അതൊരുപാട് ബി.ടി കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുള്ളത് ബാസിലസ് തുറിഞ്ചിയൻസിസ് ക്രൈജീൻ ആണ് അതിന്റെ ഉള്ളിലുള്ളത്, ക്രൈജീൻ. ഓക്കെ, അപ്പോ ഈ ബാക്ടീരിയ ഇതിന്റെ ഉള്ളില് ഇതിനെ ഈ ബി.ടി കോട്ടനെ തിന്നാണ്ടല്ലോ, ഈ ബി.ടി കോട്ടനെ തിന്നു കഴിഞ്ഞാൽ ആ ജീവി കുറച്ചു നേരം കഴിയുമ്പോൾ ചാവും. അതാണ് ആ ബി.ടി കോട്ടന്റെ പ്രത്യേകത. അങ്ങനെ ഇതിനെ ചത്ത് 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 എന്താണ് ഇതിനെ തിന്നാൻ ജീവികൾ വരും, അത് ചാവും. തിന്നാൻ ജീവികൾ വരും, ചാവും. അങ്ങനെ അതുകൊണ്ട് തന്നെ എന്താണ് ബി.ടി കോട്ടനെ ജീവികൾ തിന്നാതെ. ഓക്കെ, ഇതിൽ പ്രത്യേകത എന്ന് വന്നു കഴിഞ്ഞാൽ പഠിക്കാനായിട്ടുള്ളത്, ഓക്കെ, ഇതിലെ ടോക്സിൻ. ഓക്കെ, ഇതിലുള്ള ടോക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് ക്രൈജീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ക്രൈജീൻ ആണ് ബി.ടി കോട്ടനിലുള്ള ജീൻ. ഓക്കെ, ഇനി ഒരുപാട് ക്രൈജീനുകൾ ഉണ്ട്. ക്രൈ1 AC ആണ്, ക്രൈ1 AB ആണ്. അത് പഠിച്ചു വെച്ചേക്കട്ടാ. ക്രൈ1 AC ആണ്, ക്രൈ2 AB ആണ് കോട്ടൺ ബോൾവേമിനെതിരെ നമ്മൾ ഉണ്ടാക്കുന്നത്. ക്രൈ1 AC, AB, ACയും ABയും വഴിയാണ് കോട്ടൺ ബോൾവേമിനെ നശിപ്പിക്കുന്നത്. ഇനി കോൺ ബോറർ, അതായത് കോൺ എന്ന് പറഞ്ഞാൽ ചോളം തുരുത്തുന്നവനാണ് കോൺ ബോറർ. അത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. കോണിനുള്ളിലുള്ള ജീനാണ് ക്രൈ1 AB. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനായിട്ടുള്ളത് എന്താണ്, RNA ഇന്റർഫറൻസ്. RNA ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, RNA ഇന്റർഫറൻസ് ആണ് ഇതുവഴി പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, പെസ്റ്റിനെ തുരുത്തുന്ന ചെടികൾ RNA ഇന്റർഫറൻസ് വഴി ഉണ്ടാക്കാൻ പറ്റും. എന്താണ് RNA ഇന്റർഫറൻസ്? ഇവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസിങ് ആണ്. നമുക്ക് വേണ്ട mRNA, അതായത് പ്രശ്നകാരിയായ mRNA അതിനെ സൈലൻസ് ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാവണേ, അതിൽ നിന്ന് പ്രത്യേക തരം ഒരു DNA RNA ഒക്കെ ഉണ്ടാക്കി പ്രത്യേക ഒരു പ്രോട്ടീനായി മാറുന്ന ഒരു മെത്തേഡാണ് RNA ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ RNA ഇന്റർഫറൻസിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്? ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സൈലൻസിങ് സ്പെസിഫിക് mRNA. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ മോളിക്കുലർ ബയോളജിയുടെ കാര്യം ഓർത്താൽ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്, റിപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. DNA നിന്ന് DNA ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്ലിക്കേഷൻ, DNA നിന്ന് RNA ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ. ഇനി DNA നിന്ന് RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ. അറിയാലോ, DNA നിന്ന് mRNA ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ, RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ. അപ്പോ ഈ RNA പ്രോട്ടീനായി മാറിയാലാണ് പ്രശ്നം ഉണ്ടാവുള്ളൂ. ആ RNA പ്രോട്ടീൻ ആവാതെ നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ വേറെ പ്രോട്ടീൻ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കീടാണുവിന് ഇഷ്ടമുള്ള സാധനമായിട്ട് മാറുന്നത് തടയാനായിട്ടുള്ള ഒരു മെത്തേഡാണ് RNA ഇന്റർഫറൻസ്. ഇവിടെ എന്താ ചെയ്യണേ, mRNA സൈലൻസ് ചെയ്യാണ്. അത്രയും പഠിച്ചു വെച്ചാൽ മതി. Okay, RNA interference works on the principle silencing a specific mRNA by producing a complementary double-stranded RNA ഉണ്ടാക്കിയതുകൊണ്ട് വഴി mRNA സൈലൻസ് ചെയ്യുന്ന മെത്തേഡാണ് RNA interference. അത്രേ അറിഞ്ഞാൽ മതി. ചെന്ന് തുപ്പിട്ട് വെച്ചേട്ടാ. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്, RNA ഇന്റർഫറൻസ് എന്താണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു 1 മാർക്ക് ചോദ്യം ഒരെണ്ണം പഠിക്കാനായിട്ടുള്ളതാണ്. ഇനി എന്താണ് ഒരു 1 മാർക്ക് ചോദ്യം പഠിക്കാനായിട്ടുള്ളതാണ്, എന്താണ് ട്രാൻസ്പോസോൺ? എന്താണ് ട്രാൻസ്പോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ജനറ്റിക് എലമെന്റുകളെ പറയുന്നതാണ്. ഓക്കെ,
ട്രാൻസ്പോസോൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവികളുടെ അതായത് ഈ പറഞ്ഞ മൊബൈൽ ജനറ്റിക് എലമെന്റ് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് അതായത് വേറെ ജീവികളില് ഈ പറഞ്ഞ പോലെ ഓക്കെ, ട്രാൻസ്പോസോൺ എന്താണെന്ന് ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. ട്രാൻസ്പോസോൺ അതിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഓക്കെ, ട്രാൻസ്പോസോൺ നാളെ പറഞ്ഞുതരാം. അതൊരു 1 മാർക്കിന് ചോദിച്ചിട്ട് കണ്ടെക്കണ ഒരു സാധനമാണ്. ഇനി ആർഎൻഎ ഇന്റർഫറൻസ്. ഓക്കെ, ആർഎൻഎ ഇന്റർഫറൻസ് വഴി എന്താണ്? ആർഎൻഎ ഇന്റർഫറൻസിന്റെ എക്സാമ്പിൾ ആണ് നോക്ക്. ആർഎൻഎ ഇന്റർഫറൻസ് വഴി ഉപകാരത്തിലായ ഒരു ജീവിയുടെ കാര്യമാണ് പറയുന്നത്. ഈ മെലഡിഗൻ ഇൻകോഗ്നീഷ്യനെ തുരുത്തി എന്നാണ് പറയുന്നത്. മെലഡിഗൻ ഇൻകോഗ്നീഷ്യ നല്ലവനല്ല. ഓക്കെ, മെലോഡിഗൈന ഇൻകോഗ്നീഷ്യ അതൊരു നെമറ്റോഡാണ്, ഒരു പ്രാണിയാണ്, ഒരു ജന്തുവാണ്. ഓക്കെ, അത് കീടാണുവിനെ കണ്ട ഈ പറഞ്ഞ പോലെ നൊഡ്യൂളുകൾ ഉണ്ടാക്കുന്നവനാണ് ഈ മെലോഡിഗൻ ഇൻകോഗ്നീഷ്യ. അത് ഈ ആർഎൻഎ ഇന്റർഫറൻസ് വഴി തുരത്തി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് പഠിക്കാനായിട്ടുള്ളത് ജനറ്റിക്കൽ എഞ്ചിനീയർഡ് ഇൻസുലിന്റെ കാര്യമാണ് കേട്ടോ. ഓക്കെ, അതായത് ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ കൂടിയപ്പോ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പന്നിയുടെയും അവിടെ വേറെ കുറെ ജീവികളുടെ മേത്ത് നിന്നൊക്കെയാണ് ഇൻസുലിൻ എടുത്തിരുന്നത്. ഓക്കെ, ഇൻസുലിൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഇൻസുലിൻ നമുക്കറിയാം. ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാങ്ക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗ്രാൻസ്. ഓക്കെ, പാങ്ക്രിയാസിലെ കുറച്ച് സെല്ലുകളായിട്ടുള്ള ആൽഫാ സെല്ലും ബീറ്റാ സെല്ലും ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആ ഇൻസുലിൻ ആണ് നമ്മളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്ന ആൾക്കാർ. ഓക്കെ, റെഡ്യൂസ് ദ ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനായിട്ടാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. ആ ഇൻസുലിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയില് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഇൻസുലിനും ഗ്ലൂക്കോണിനും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആവുന്നത്. ഓക്കെ, അതായത് ഇൻസുലിന്റെ അവൈലബിലിറ്റി കൂടിയാലും ഇൻസുലിൻ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരളവിൽ നിർത്തേണ്ടതാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഈ മൃഗങ്ങളിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് അലർജി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈക്കോളി ബാക്ടീരിയയിൽ നിന്ന് നമ്മൾക്ക് ഈക്കോളി ബാക്ടീരിയയിലൂടെ ഈ പറഞ്ഞ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടുപിടിച്ചത് എലി ലില്ലി കമ്പനിയാണ്. അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള എലി ലില്ലിയാണ് ഹ്യൂമൻ ഇൻസുലിനെ ഈക്കോളി ബാക്ടീരിയയിൽ ഉണ്ടാക്കിയത്. അപ്പോ ഇൻസുലിന് 2 പെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. ചെയിൻ ബി ഉണ്ട്. അത് ലിങ്ക് ചെയ്തിരിക്കുന്ന ഡൈസൾഫൈഡ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ഇൻസുലിൻ. ഓക്കെ, മാമൽസിൽ ഇൻസുലിൻ കാണുന്നത് പ്രോ ഇൻസുലിൻ ആയിട്ടാണ്. ഓക്കെ, ആ പ്രോ ഇൻസുലിൻ മെച്ചേർഡ് ആയിട്ട് മാറണം. അത് മെച്ചേർഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഇൻസുലിൻ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബുദ്ധിമുട്ട്. ഓക്കെ, പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് പ്രോ ഇൻസുലിൻ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലൊക്കെ കിടക്കുക. അത് മെച്ചേർഡ് ഇൻസുലിൻ ആയിട്ട് മാറണം. എന്നാൽ മാത്രമേ അത് ഇൻസുലിന്റെ പ്രവർത്തനം ചെയ്യുള്ളൂ. അത് മെച്ചർ ആവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ആ മെച്ചർ ആവേണ്ട സമയത്ത് ഈ സെയിൽ പെപ്റ്റൈഡ് ഒക്കെ മുറിഞ്ഞു പോയിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോസസ്സിങ് ചെയ്യാനുണ്ട്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഡയബറ്റിക് പേഷ്യൻസിന്റെ ബുദ്ധിമുട്ട്. ഓക്കെ, അത് ഈ എലി ലില്ലി കമ്പനി ഒന്ന് മാറ്റി എന്നുള്ളതാണ് കാര്യം. എലി ലില്ലി അതാണ് പഠിച്ചിരിക്കേണ്ടത്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തത് ഏതാണ്? എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. അത് ഏതിലാണ് ചെയ്തത്? ഈക്കോളി ബാക്ടീരിയയിലാണ് ചെയ്തത്. അതിൽ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസുലിനിൽ ഉണ്ടാവുന്ന ഈ സി പെപ്റ്റൈഡിനെ മുറിച്ചു മാറ്റി മെച്ചേർഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ചെയ്തത്. ഓക്കെ,
ഈ പ്രോ ഇൻസുലിൻ മെച്ചുവേർഡ് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന്റെ ബുദ്ധിമുട്ട്. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ എന്താണ് പ്രോ ഇൻസുലിൻ ആണ്. അത് ഇൻസുലിനായി മാറുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഡയബറ്റീസ് ഒന്നും വരാത്തത്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഡയബറ്റിക് പേഷ്യൻസിന്റെ ബുദ്ധിമുട്ട്. കാര്യം മനസ്സിലായല്ലോ? അപ്പോ അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള അവസ്ഥയാണ് പ്രോ ഇൻസുലിൻ അഥവാ പ്രോ ഹോർമോൺ എന്നാണ് പറയാം. ഓക്കെ, അത് മൊത്തത്തിൽ ശരിയാക്കി കൊടുത്തത് ആരാണ്? ലിലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവരെന്താ ചെയ്തേ? ഈ പൊതുവെ പ്രോ ഹോർമോണുകൾക്ക് എന്താണ് ഒരു സി പെപ്റ്റൈഡ് ABC എന്ന് പറയുന്ന ഒരു 3 ചെയിൻ ഉണ്ടാവും. ABC. ആ സി മാറിയാലാണ് മെച്ചേർഡ് ആവുള്ളൂ. ആ സി മാറണില്ല. ആ സി മാറ്റാനായിട്ട് പല മെത്തേഡുകളും ബയോടെക്നോളജിക്കലി കുറെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ആ സീനെ മുറിച്ച് മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർക്ക് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം. അപ്പോ ഈ ഹ്യൂമൻ ഇൻസുലിനെ റീകോമിനന്റ് ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിച്ച് മാറ്റി എന്നുള്ളതാണ് കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്തിട്ട് ജനതികമായി മാറ്റം വരുത്തിയ ഇൻസുലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹ്യൂമിലിൻ. പഠിച്ചു വെക്കുക. എന്താണ്? HUMULIN, ഹ്യൂമിലിൻ. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ വിളിക്കുന്നതാണ് ഹ്യൂമിലിൻ. ഓക്കെ, നമുക്കൊരു 8:15 വരെ ക്ലാസ് പോവാം. ഓക്കെ, കേൾക്കില്ലേ? ഇപ്പോ നിങ്ങൾക്ക് ക്ലാസ് ലീവ് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ? 8:15 വരെ എടുത്തോ, കുഴപ്പമില്ല. ശരി. ഈ എന്താണ് ജീൻ തെറാപ്പി എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീൻ ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഇപ്പൊ നിങ്ങൾ കേൾക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയ കൊച്ചിന് ഡയബറ്റീസ് ആയിട്ട് ജനിച്ചു. ചില കൊച്ചിന് ഈ പറഞ്ഞ പോലെ ഒരു കിഡ്നി ആയിട്ട് ജനിച്ചു. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതൊക്കെ ഒരു ജനറ്റിക്കലി ഉള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പൊ ആ ജനറ്റികമായി വരുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ജീൻ തെറാപ്പി. ഓക്കെ, അപ്പോ ജനറ്റിക്കലി ഉണ്ടാവുന്ന എഫക്റ്റ് ചെറുതിലെ തന്നെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ജീൻ തെറാപ്പി. അത് കറക്റ്റ് അതിന്റെ ഡെഫിനിഷൻ വായിക്കാം. It is a collection of method that allows the correction of gene defect that has been diagnosed in a child embryo. Okay. പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ ജനറ്റിക് ഈ ജീൻ തെറാപ്പി ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആവുക എംബ്രിയോയിലൊക്കെ ചെയ്താലാണെന്നുള്ളതാണ്. ഓക്കെ, എംബ്രിയോ എന്താണെന്ന് അറിയാലോ? നമ്മള് ഭ്രൂണാവസ്ഥയിലുള്ള ജീനിനെ മാറ്റം വരുത്തുമ്പോഴാണ് ജീൻ തെറാപ്പി സക്സസ്ഫുൾ ആവുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ജീൻ തെറാപ്പി കൂടുതൽ ഏത് സാഹചര്യത്തിലാണ് കൂടുതൽ ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ജനറ്റികമായ ഷുഗർ ഉള്ള ജനറ്റികമായ അറ്റാക്ക് ഉള്ള ഒരു കുടുംബമാണ്, ജനറ്റികമായ ക്യാൻസർ ഉള്ള കുടുംബം, അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോ നമ്മളുടെ മക്കൾക്ക് നമ്മുടെ പേരക്കുട്ടികൾക്കോ നമ്മുടെ മക്കൾക്കോ ഈ പറഞ്ഞ ഒരു ജനറ്റികമായിട്ടുള്ള ഈ ഒരു അവസ്ഥ കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ജീൻ ഇത് എന്താണ് ചിലപ്പോ ഈ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഹെറിഡിറ്ററി ഡിസീസ് ഉണ്ടാക്കാൻ കാരണമായ ജീനിനെ മാറ്റി നല്ലൊരു ജീനിനെ തിരിക്കുന്ന മെത്തേഡിനെ പറയുന്നതാണ് ജീൻ തെറാപ്പി. ഓക്കെ, ഇവിടെ കറക്ഷൻ ആണ് ചെയ്യണത്. ജീനിന്റെ കറക്ഷൻ ചെയ്യുന്ന മെത്തേഡിനാണ് പറയുന്നത് ജീൻ തെറാപ്പി. അത് ആദ്യമായി ചെയ്തത് ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി ചെയ്തത് 1990-ലാണ്. എന്താണ് 1990-ലാണ് ആദ്യത്തെ ജീൻ തെറാപ്പി ചെയ്തത്. അതൊരു 4 വയസ്സുള്ള കുട്ടിക്കാണ്. ഓക്കെ, 4 വയസ്സുള്ള കുട്ടിക്കാണ്. അതെന്താണ് ADA ഡെഫിഷ്യൻസി ഉള്ളൊരു ജീൻ തെറാപ്പി ചെയ്തത് എന്തിനാണ്? ADA ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടിക്കാണ് ചെയ്തത്. ഓക്കെ, അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി. ഓക്കെ, ഈ അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം എന്തിനു അത്യാവശ്യമാണ്? ഈസ് ആൻ എൻസൈം ക്രൂഷ്യൽ ഫോർ ദ ഫംഗ്ഷൻ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ്. അപ്പോ അതിന്റെ ഡെഫിഷ്യൻസി കുറച്ച് അത് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ജീനിനെ ആ തകരാറ് പരിഹരിച്ച് ആ കുട്ടിക്ക് ആ ഡെഫിഷ്യൻസി ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് ഈ അഡിനോസിൻ ഡിഅമിനേസ് എങ്ങനെയാണ് കുറച്ചത് ക്യൂർ ചെയ്തത്? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴിയോ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി വഴിയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ADA നമുക്കറിയാം ബോൺ മാരോ
ബോൺ മാരോ എന്താണ്? മജ്ജ, അസ്ഥി മജ്ജ. അവിടെ നിന്നാണ്, ബോൺ മാരോയിൽ നിന്നാണ് ഒരുപാട് റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എല്ലാ ഫ്ലൂയിഡുകളും, റെഡ് ബ്ലഡ് സെൽ തന്നെ, വൈറ്റ് ബ്ലഡ് സെൽ, ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബോൺ മാരോയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ലുക്കീമിയ വന്ന ആൾക്കാരൊന്നും സർവൈവൽ റേറ്റ് വളരെ കുറവാവാൻ കാരണം എന്താണ്? ഈ പറഞ്ഞ പോലെ ബോൺ മാരോ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് നാളെടുക്കും. അതുപോലെ തന്നെ അതിൽ വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജന്മകാലം മാറുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞ ഈ ആദ്യമായിട്ട് കണ്ടുപിടിച്ച എന്താ ജീൻ തെറാപ്പി ചെയ്ത ഒരു അസുഖം, ജീൻ തെറാപ്പി ഒരു കൊച്ചിനാണ് ചെയ്തത്, ഒരു പെൺകുട്ടിക്കാണ് ചെയ്തത്. ആ കുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു? അഡിനോസിൻ ADA ഡെഫിഷ്യൻസി, അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി ആണ് ഉണ്ടായിരുന്നത്. ഈ ADA എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴിയും എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി വഴിയും മാറ്റാൻ പറ്റും. ഓക്കെ ഓക്കെ അത് കൂടാതെ ഈ പറഞ്ഞ പോലെ ഇതിലവർ ഉപയോഗിച്ചത് ഡെഫിഷ്യൻസി ഈ കുട്ടിയിൽ മാറ്റാനായിട്ട് ഉപയോഗിച്ചത് റിട്രോവൈറൽ. ഓക്കെ, റിട്രോവൈറൽ ബാക്ടീരിയ. റിട്രോവൈറസ് എന്താണെന്നറിയാലോ? വൈറസിന്റെ ഒരു വെക്ടറിനെയാണ് ഇതിൽ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം മാത്രം പഠിച്ചിരിക്കുക. ADA ഡെഫിഷ്യൻസി. ഓക്കെ, ഈ പറഞ്ഞ ADA ഡെഫിഷ്യൻസി ആദ്യമായിട്ട് ജീൻ തെറാപ്പി ആദ്യമായിട്ട് ചെയ്തത് ഒരു പെൺകൊച്ചിനാണ്. അത് 1990-ലാണ്. ആ കൊച്ചിന്റെ പ്രശ്നം എന്തായിരുന്നു? ADA ഡെഫിഷ്യൻസി ആയിരുന്നു. അത് മാറ്റാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് മാറ്റാൻ പറ്റുക? ഈ പറഞ്ഞ പോലെ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനോ വഴി മാറ്റാൻ പറ്റും. ആൻഡ് ഇത് അതിനുവേണ്ടി അവർ ഉപയോഗിച്ച വെക്ടർ എന്ന് പറഞ്ഞാൽ റിട്രോവൈറസ് ബാക്ടീരിയയുടെ വെക്ടറാണ്. ഓക്കെ, റിട്രോവൈറസ് ബാക്ടീരിയയുടെ വെക്ടറാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എന്ന് മാത്രം പഠിക്കാം. ഇനി അടുത്ത കാര്യം പഠിക്കാനായിട്ടുള്ളത് മോളിക്കുലാർ ഡയഗ്നോസിസ്. ട്രാൻസ്ജനിക് അനിമൽസ് അതുകൂടി കഴിഞ്ഞാൽ ഈ പാഠം തീരുന്നു. ഓക്കെ, ഇനി എന്താണ് മോളിക്കുലാർ ഡയഗ്നോസിസ്? അത് എന്താണ്? മോളിക്കുലർ ഡയഗ്നോസിസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ആദ്യം പഠിച്ച റീകോമ്പിനന്റ് DNA ടെക്നോളജി അത് ഉപയോഗിച്ച് നമുക്ക് മോളിക്കുലർ ലെവലിലുള്ള എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കാം. എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി? PCR ഉപയോഗിക്കാം. എലൈസയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കണം. എലൈസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. കൂടെ പറഞ്ഞേ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ് പറയണേ കേട്ടാ. ഇത് എയ്ഡ്സിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അത് മോളിക്കുലർ ഡയഗ്നോസിസിനും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. HIV എയ്ഡ്സ് ഒക്കെ PCR വഴി കണ്ടുപിടിക്കാൻ പറ്റും. HIV എയ്ഡ്സ് PCR വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA DNA പറയുന്നതാണ്. അതിനൊരു എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഒരു DNA വിച്ച് ഹാസ് എ റേഡിയോആക്റ്റീവ് പ്രോബ്. റേഡിയോആക്റ്റീവ് മോളിക്യൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ DNA RNAക്ക് എന്താണ് റേഡിയോആക്റ്റീവ് ലേബൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്നതാണ് പ്രോബ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹൈബ്രിഡൈസ് ചെയ്ത DNA വേറെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് പ്രോബ്? അത് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? ജനറ്റിക്കലി ഈ പറഞ്ഞ സിംഗിൾ DNA DNA ആവാം RNA ആവാം. അതിനെന്തിനുള്ള കഴിവുണ്ട്? അതിലൊരു റേഡിയോആക്റ്റീവ് മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഹാവിങ് എ റേഡിയോആക്റ്റീവ് മോളിക്യൂൾ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോബ്. ഓക്കെ, അത്ര കാര്യം മാത്രം അറിഞ്ഞിരിക്കട്ടോ. ഓക്കെ, എലൈസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. എന്താണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ? അത് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യണത്? വെരി ഇമ്പോർട്ടന്റ്, ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, എലൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എയ്ഡ്സിന്റെ ഒരു
എയ്ഡ്സ് ചെക്ക് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. ആന്റിജൻ എന്താണെന്നറിയാലോ, ആന്റിബോഡി എന്താണെന്നറിയാലോ, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. ഓക്കെ, സയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് പഠിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ ട്രാൻസ്ജനിക് അനിമൽസ് വേഗം തിരിഞ്ഞു പഠനം വേഗം തീർന്നു കഴിഞ്ഞാല് നമുക്ക് ഇനി അടുത്ത പാർട്ടിക്ക് വേഗം പോവാട്ടോ. ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് ലൈക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസങ്ങളും കുറച്ച് ഉഷാറോട് കൂടി എടുത്ത ക്ലാസ് ഇതായിരുന്നു തോന്നുന്നു. ഓക്കെ, 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഓർക്കണം. ഓക്കെ, ഇനി എന്റെ ക്ലാസ് ഇത്ര നേരം കേട്ടിരുന്നത് നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഫൈൻ ഫൈൻ ഫോർ താങ്ക് യു. ഓക്കെ, Thank you, കുറച്ച് ma'am. Thank you. Thank you, teacher. താങ്ക് യു. ഗുഡ് നൈറ്റ്.